السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം സ്വർഗം ആഗ്രഹിക്കുന്ന 4 വിഭാഗം ആളുകളെയാണ്. ആരാണ് ഈ 4 വിഭാഗം? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ജന്നത്തു മുഷ്താഖത്തുൻ ഇലാ 4 നഫർ. 4 വിഭാഗം ആളുകളെ സ്വർഗം ആഗ്രഹിക്കുന്നു. ഒന്നാമത്തത് താലിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഭാഗമാണ്. വിശുദ്ധമായ ഖുർആൻ, അതിന്റെ മഹത്വങ്ങളും അതിന്റെ പോരിശകളും ഈ ഒരു കുറഞ്ഞ സമയത്തിൽ ഒതുക്കി തീർക്കാൻ സാധ്യമല്ല. അവിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വിഭാഗം, അവിഭാഗത്തെ സ്വർഗം ആഗ്രഹിക്കുന്നു എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. രണ്ടാമത്തെ വിഭാഗം വഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവരാണ്. നാവിനെ സൂക്ഷിക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗം ആഗ്രഹിക്കുന്നു എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നാവിനെ സൂക്ഷിക്കുക എന്ന ഒരു വിശാലമായ ഒരു വിഷയത്തിൽ ഒരിക്കലും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് അവന്റെ നാവിനെ സൂക്ഷിക്കുക എന്നത്. മൂന്നാമത്തത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വമുത്ഇമിൽ ജിആൻ, വിശന്നവന് ഭക്ഷണം നൽകുന്നവരാണ്. വിശന്ന് വലഞ്ഞ് ആരെങ്കിലും നിന്റെ മുമ്പിലേക്ക് കൈകൾ നീട്ടി കടന്നു വന്നാൽ ഒരിക്കലും അവരെ നിരാശപ്പെടുത്തി അവരെ വേദനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വിടരുത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമാണ് നിന്റെ മുന്നിൽ വന്നിട്ടുള്ളത് എന്ന ഒരു ബോധത്തോടുകൂടി ആ വിശന്നു വലഞ്ഞു വന്ന ആ വ്യക്തിക്ക് നിന്നിനാൽ കഴിയുന്ന സഹായം നൽകി നല്ല രീതിയിൽ പറഞ്ഞു വിടുക. അവന്റെ വിശപ്പ് നീ മാറ്റിക്കഴിഞ്ഞാൽ നിന്നെ സ്വർഗം ആഗ്രഹിക്കുന്നു എന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നാലാമത്തെ വിഭാഗം അസ്സായിമീന ഫീ ശഹ്രി റമളാൻ, വിശുദ്ധമായ റമളാൻ മാസത്തിൽ അനുഷ്ഠിക്കേണ്ടതുപോലെ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ മുഴുവനും കൊണ്ടുവന്ന് വിശുദ്ധമായ റമളാൻ മാസത്തിനെ സ്വീകരിക്കുകയും ആ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്ത വ്യക്തി, ആ ഒരു വിഭാഗത്തെയും അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്നു എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ശുദ്ധമായ റമളാൻ നമ്മിലേക്ക് സമാഗതമായാൽ ആ വിശുദ്ധമായ റമളാൻ മാസത്തിൽ നാം നോമ്പനുഷ്ഠിക്കുന്നത്
ഏത് രീതിയിലാണോ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ആ രീതിയിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗം ആഗ്രഹിക്കുന്ന വിഭാഗത്തിൽ റമദാൻ മാസം നോമ്പ് നോക്കുന്ന വിഭാഗത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് ചെയ്യാനും നല്ലതുമായി മുന്നിടാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.